നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് തെക്കൻ സുഡാനിലെ വിദേശകാര്യ മന്ത്രി ഇപ്പോൾ ഇസ്രായേൽ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ വിശകലനം അനുസരിച്ച് ഈ സുഡാനിലെ വിദേശകാര്യമന്ത്രിയും ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ നടക്കുകയാണ്. ഈ ഗസയിൽ നിന്ന് ആളുകളെ തെക്കൻ സുഡാനിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പുനരധിവസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ തെക്കൻ സുഡാന് അതിനോടനുബന്ധിച്ച് വലിയ തുകകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന വാർത്തയും പുറത്തു വരികയാണ്. നമുക്കറിയാവുന്നതുപോലെ തെക്കൻ സുഡാനിൽ നിന്ന് സ്വതന്ത്രമായ ഒരു രാജ്യമാണ്. 2011 സ്വതന്ത്രമാകുന്നത്. ഇത് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് തെക്കൻ സുഡാൻ. വടക്കൻ സുഡാനാകട്ടെ അറബി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യവുമാണ്. അപ്പോൾ ഈ തെക്കൻ സുഡാനിലേക്ക് ഇപ്പോൾ ഗസയിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, ഇസ്രായേലുമായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്ത ചില മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇറാന്റെ ന്യൂക്ലിയർ ശാസ്ത്രകാരന്മാരൊക്കെ ഇറാൻ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. മിക്കപ്പോഴും ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ വനിതയുൾപ്പെടെ 5 പ്രമുഖരായ ആണവ ശാസ്ത്രകാരന്മാരെ ഇസ്രായേലിന്റെ ചാര ശൃംഖലകൾ വധിച്ചിരുന്നു. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷവും 12 ദിവസത്തെ യുദ്ധം തുടങ്ങിയതിനു ശേഷവും ഇറാന്റെ ആണവ ശാസ്ത്രകാരന്മാരെയൊക്കെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച് വധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാൻ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ ആണവ ശാസ്ത്രകാരന്മാരെ മാറ്റുന്നു എന്ന വാർത്ത കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. മറ്റൊന്ന്, ഇറാൻ കടുത്ത ചൂടിലേക്ക് വഴുതിമാറുന്നു എന്ന വാർത്തയാണ്. ഏകദേശം 50 ഡിഗ്രിക്ക് മുകളിൽ ഇറാന്റെ ചൂടായി കഴിഞ്ഞു. മിക്കപ്പോഴും കടുത്ത ചൂട് അതിജീവിക്കാൻ ഇറാനികൾക്ക് കഴിയുന്നില്ല. ഈ പവർ കട്ട് ധാരാളമാണ്. കറണ്ട് ലഭിക്കാത്തത് മണിക്കൂറിൽ 8 മണിക്കൂറോളം കറണ്ട് ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്നു. ക്യാനുകളിലൊക്കെയാണ് സർക്കാർ ഇടപെട്ട് വെള്ളം വിതരണം ചെയ്യുന്നതെന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഇറാൻ പ്രതിസന്ധിയെ അതിജീവിക്കുന്ന ഒരു സമയം കൂടിയാണിത്. പ്രത്യേകിച്ചും ഇറാന് ഈ വൈദ്യുതി നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഇന്ധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇറാന് അതിനാവശ്യമായ ഉപകരണങ്ങൾ, അന്താരാഷ്ട്ര ഉപരോധം, പ്രത്യേകിച്ചും അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇറാന് കഴിയുന്നില്ല എന്ന രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ മാധ്യമങ്ങൾ നിറയുകയാണ്. അത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടാക്കിയാണ്. കടും ചൂടിൽ ഈ 8 മണിക്കൂറൊക്കെ കറണ്ടില്ലാതിരിക്കുക, AC ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വല്ലാതെ ഒരു പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന വാർത്തയും ഇപ്പോൾ മാധ്യമങ്ങൾ നിറയുകയാണ്. കാരണം ഇന്നലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനികൾക്ക് വേണ്ടി ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടു എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറയുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, നിങ്ങൾ ഈ ഭരണ സംവിധാനത്തെ, ഈ ആയത്തുള്ള ഖൊമേനിയുടെയും മറ്റും ഈ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കൂ. നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇന്ധനങ്ങളും ഒപ്പം ഈ കറണ്ടും ജലവുമൊക്കെ എത്തിക്കാം. ഇസ്രായേൽ അതിന് ശക്തമാണ് എന്ന രീതിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു വീഡിയോ സന്ദേശം ഇറാനികൾക്കായി ലഭിക്കുന്നതായി മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടു എന്ന് പറയുകയാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഗസയിലെ ആളുകൾക്ക് പോലും വെള്ളവും വെളിച്ചവും കൊടുക്കാത്ത, ആഹാരം കൊടുക്കാത്ത ആളുകളാണോ ഇനി ഇറാനിൽ വെള്ളവും വെളിച്ചവും നൽകുന്നതെന്നാണ്. എന്തായാലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പെടലിക്ക് ഇസ്രായേലി ആർമി കൈവച്ചിരിക്കുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. കാരണം ഇസ്രായേൽ തന്നെ വലിയൊരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ പിടിയിലാണ്. ജനങ്ങളൊക്കെ തെരുവിലാണ്. അപ്പോഴും അയൽ രാജ്യത്തോട്ടാണ് ഇസ്രായേൽ നോക്കുന്നത് എന്നത് വലിയ രസാവഹമാണ്. അവിടെ ഇറാനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി അവിടെ ഭരണം അട്ടിമറിക്കാൻ പറ്റുമോ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നോക്കുന്നത്. കാരണം ഇസ്രായേലിൽ ഇപ്പോൾ ഭരണപക്ഷവും അവിടുത്തെ പട്ടാളവുമായിട്ട് വലിയ ഉരസലിലാണ്. ഏത് നിമിഷമാണ് അവിടെ ഭരണം അട്ടിമറിക്കപ്പെടുക എന്ന് അറിയാൻ കഴിയില്ല എന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ തന്നെ പറയുന്നു. മാത്രമല്ല, ഇസ്രായേലിലെ ജനങ്ങളൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലാണ്. അപ്പോഴാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിൽ എങ്ങനെ ഭരണം അട്ടിമറിക്കുവാൻ കഴിയും എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകളും അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുമായി വീഡിയോകളൊക്കെ പടച്ചുവിടുന്നത് എന്ന വലിയ നിഗമനം തന്നെ മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, അലി ലാലിജാനി, ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർമാൻ, അദ്ദേഹം ലെബനൻ സന്ദർശിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ ഒരു സ്വീകരണമാണ് ഹെസ്ബുള്ള അനുകൂലികൾ അദ്ദേഹത്തിന് ലെബനനിൽ ഒരുക്കിയതെന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ലെബനൻ ഈ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിനായുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ലെബനൻ സർക്കാർ. കാരണം ഇപ്പോൾ ലെബനനിൽ ഭരിക്കുന്ന സർക്കാർ കൂടുതൽ ഇസ്രായേൽ അനുകൂല മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അവർ ഹിസ്ബുള്ള ഈ വർഷത്തോടു കൂടി തന്നെ പൂർണ്ണമായും നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്.
അങ്ങനെയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് അലി ലാരിജാനി എത്തിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഹിസ്ബുല്ല നേരത്തെ ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ടെഹ്റാൻ നൽകിയ പിന്തുണയ്ക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവന തങ്ങളെ നിരായുധീകരിക്കുന്നത് അത് രാഷ്ട്രത്തെ ഇസ്രായേലിന് അടിയറ വയ്ക്കുന്നതിന് തുല്യമാകും. തങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ തടയാൻ ലെബനിൽ ആരുമില്ലാതാകും എന്ന ഒരു പ്രസ്താവനയാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ലെബനൻ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വഴുതിമാറുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആ പ്രദേശം എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യങ്ങളും വളരെ സങ്കീർണമായ പ്രതിസന്ധികളിലൂടെ നടന്നു പോകുന്നത്. ഇസ്രായേൽ ആയാലും ഫലസ്തീൻ ആയാലും ഇറാൻ ആയാലും ഒക്കെ ആഭ്യന്തര സംഘർഷങ്ങളും ഒപ്പം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷങ്ങളും ഒക്കെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. ലെബനെ സംബന്ധിച്ച് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ലെബനൻ ആർമിയേക്കാൾ ആയുധ ശേഖരവും ആളുകളും ഒക്കെ കൂടുതൽ ഹിസ്ബുള്ളയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ലെബനീസ് സർക്കാരും ഹെസ്ബുള്ളയും തമ്മിൽ ഒരു സംഘർഷമുണ്ടായാൽ ലെബനന്റെ ഗതി എങ്ങനെയായിരിക്കും എന്ന രീതിയിലൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടാകുന്നു എന്ന ഒരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, അന്തർദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു നിഗമനം ഇസ്രായേലും ഇറാനും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാനുള്ള സാധ്യതകളാണ്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലും ഇറാനും ഏറ്റുമുട്ടിയേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളുടെയിലും അന്തർദേശീയ യുദ്ധ വിശാരദന്മാരുടെ ഇടയിലും ഒക്കെ നിറയുകയാണ്. ആരെ ആക്രമിക്കും എന്നതാണ് ഇപ്പോൾ സംശയമായി നിലനിൽക്കുന്നത്. ഇറാനാണോ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്, അതോ ഇസ്രായേലാണോ ഇറാനെ ആക്രമിക്കുന്നത് എന്ന വലിയ ഒരു സംഘർഷ അവസ്ഥ തന്നെ ആ പ്രദേശത്ത് നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. തിരിച്ച് ഗസയിലോട്ട് വരികയാണെങ്കിൽ ഗസയിൽ പട്ടിണി മരണങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മിക്കപ്പോഴും ഈ ആഹാര പദാർത്ഥങ്ങളിലായി നിന്ന് ആഹാരം വാങ്ങിച്ച് വീട്ടിലെത്തുവാൻ ശ്രമിക്കുന്ന ഈ ഇസ്രായേലിൻ്റെ ക്യാമ്പുകളിൽ നിന്നാണ് മിക്കപ്പോഴും ആഹാരം വിതരണം ചെയ്യുന്നത്. മറ്റുള്ള എല്ലാ സംഘടനകളെയും ഇസ്രായേൽ ഇപ്പോൾ അവിടെ നിരോധിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് ആഹാരം വാങ്ങി വീട്ടിൽ തിരിച്ചെത്തുവാൻ ശ്രമിക്കുന്ന കുട്ടികളെ വരെ ആക്രമിച്ച് ആഹാരം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഗസയെ സംബന്ധിച്ച് പട്ടിണി, വിശപ്പ് അതാണ് അവർക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ബന്ധങ്ങളും സ്വന്തങ്ങളും അയൽപക്കങ്ങളും ഒന്നും ഇല്ലാതായിരിക്കുന്നു. കാരണം പട്ടിണി കൊണ്ട് വല്ലാതെ വിശന്നു വലയുമ്പോൾ ഈ ആഹാരം കൊണ്ടുപോകുന്നത് ആരാണ് എന്ന് അവർ നോക്കുന്നില്ല. കാരണം വളരെ കടിപിടി കൂടിയൊക്കെയാണ് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ആട്ടയുടെ ഒരു പാക്കറ്റ് കിട്ടുന്നത്. അത് കൊണ്ടുപോകുന്നത് ആരാണ്? അയൽക്കാരനാണോ, തൻ്റെ ബന്ധുവാണോ ഒന്നൊന്നും ആരും ആലോചിക്കുന്നില്ല. പട്ടിണി മാത്രമാണ്, വിശപ്പ് മാത്രമാണ് അവരുടെ മുന്നിലുള്ള സത്യം. ബന്ധവും സ്വന്തവും ഒന്നുമല്ല എന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകൾ പുറത്തു വരികയാണ്. മിക്കപ്പോഴും ഈ 10-12 വയസ്സുള്ള ആഹാരം കൊണ്ടുപോകുന്ന കുട്ടികളെ വരെ കൊല ചെയ്ത് ആഹാരം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഗസ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഏറ്റവും ദയനീയമാണ് ഗസയുടെ അവസ്ഥ എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് സുലൈമാൻ ഒബൈദ് എന്ന് പറയുന്ന ഫലസ്തീൻ്റെ ഏറ്റവും പ്രശസ്തനായ ഫുട്ബോളർ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ഫലസ്തീൻ്റെ പെലെ എന്നാണ്. അദ്ദേഹം ക്യൂവിൽ നിന്നപ്പോൾ പർപ്പസ്ഫുള്ളി ലക്ഷ്യബോധം വെച്ച് തന്നെ ഇസ്രായേൽ അദ്ദേഹത്തെ വധിച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലും അവിടെ ആഹാരം വാങ്ങിക്കുവാൻ വരുന്ന ആളുകളെ പോലും ഇസ്രായേൽ തിരഞ്ഞുപിടിച്ച് കൊല ചെയ്യുന്നു. ഈ സുലൈമാൻ ഒബൈദൊക്കെ ഫലസ്തീൻ്റെ ശബ്ദം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ്. കാരണം പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും ഒക്കെ ഫലസ്തീനും ഗസയും ഒക്കെ അനുഭവിക്കുന്ന വിഷമതകൾ ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ശക്തമായിരുന്നു. അത്രത്തോളം പ്രശസ്തനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ പ്രശസ്തരെ വകവരുത്തുന്നതിന് ഇസ്രായേൽ ലക്ഷ്യബോധമിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. തൽക്കാലം ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.